ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് മെയ് മാസത്തെ എക്സാം കലണ്ടർ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഗസറ്റഡ് റാങ്കിലേക്കുള്ള ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ ടൈം ടേബിളും സിലബസും ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വട്ടം നോക്കുമ്പോൾ ഈ തവണ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് എൻറ്റയർലി മാറിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ജനറൽ PSCയുടെ അതേ കഴിഞ്ഞ ലാസ്റ്റ് തവണയൊക്കെ നടന്നപ്പോൾ അങ്ങനെയായിരുന്നു, ഞാനൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ജനറൽ PSC പോലെ ആയിരുന്നു പ്രിലിമിനറി എക്സാം നടന്നിരുന്നത്. പക്ഷേ ഇത്തവണ അതിന് മാറ്റമുണ്ട്. നോക്കിയേ, ഓരോ സെക്ഷൻ്റെ അകത്തും എത്ര പേരാണ് പങ്കെടുക്കുന്നവരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. NCAയുടെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ അകത്ത് 1463, നോക്കി 3567 പേര്. പിന്നെ കാറ്റഗറി നമ്പർ അനുസരിച്ച് നോക്കിയേ, ആളുകളുടെ എണ്ണം എല്ലാം നോക്കിക്കേ. ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഓഫീസർ NCA ഫോർ മുസ്ലിം ആകുമ്പം 17,373 പേര്. ദെൻ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ബൈ ട്രാൻസ്ഫറിൻ്റെ അകത്ത് 3 പേരുണ്ട്. ദെൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ അകത്ത് 2,46,795 ഉദ്യോഗാർത്ഥികളാണുള്ളത്. അങ്ങനെ എല്ലാം നടക്കുന്ന നോക്കുക. 20-ാം തീയതിയാണ് ഈ എക്സാമുകളെല്ലാം നടക്കുന്നത്. ഓക്കെ, ഒരു കോമൺ എക്സാം ആയിരിക്കും. 20-ാം തീയതിയാണ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ എക്സാം മെയ് മാസം നടക്കുന്നത്. അപ്പോൾ ഈ തവണത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സിലബസ് എൻറ്റയർലി അപ്ഡേറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഈ തവണത്തെ സിലബസ് നോക്കിക്കേ. ഈ സമയത്ത് നോക്കുക, ജനറൽ നോളജിൽ നിന്ന് 30 മാർക്ക്, എലമെൻ്ററി ബുക്ക് കീപ്പിങ്ങിൽ നിന്ന് 30 മാർക്ക്, ആൻഡ് അരിത്തമെറ്റിക് മെൻസുറേഷൻ 40 മാർക്ക്. അതായത് GKയും ജനറൽ നോളജും നമ്മൾ പഠിക്കേണ്ട. ഒത്തിരി പേർക്ക് ഡൗട്ടാണത്. നമ്മൾ ജനറൽ PSCക്ക് ട്രൈ ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് ജനറൽ നോളജും ഇംഗ്ലീഷും പഠിക്കേണ്ടത്. അത് 30 മാർക്കിനാണ് ചോദിക്കുന്നത്. അതുപോലെ മാത്സിൻ്റെ ടോപ്പിക്കുകൾ 40 മാർക്കിനാണ് ചോദിക്കുക. അതുപോലെ എലമെൻ്ററി ബുക്ക് കീപ്പിംഗ് അവിടെ വരുമ്പം അക്കൗണ്ടൻസിയുടെ ടോപ്പിക്കുകളാണ് വരുന്നത്. അത് 30 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരു 30 മാർക്ക്, ബാക്കി രണ്ടും പഠിക്കേണ്ടത്. അപ്പോൾ മാത്സും GKയും ഇംഗ്ലീഷും നോർമൽ നിങ്ങളുടെ ജനറൽ PSCക്ക് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നോ അതനുസരിച്ച് പഠിക്കണം. ഓക്കെ, ഓരോന്നും ഞാനിനി ഇതൊന്നും വായിക്കുന്നില്ല. സിലബസിൻ്റെ എല്ലാം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. മാക്സിമം അത് നിങ്ങൾ കവർ ചെയ്യുക. ഓക്കെ, ദെൻ എലമെൻ്ററി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കുകൾ മെയിൻ എക്സാമിൻ്റെ സെയിം ആണ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ക്ലാസ് എടുത്തപ്പോഴാണെങ്കിലും നമ്മളിങ്ങനൊരു ഇത് എക്സ്പെക്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നോർമൽ കഴിഞ്ഞ ലാസ്റ്റ് വർഷമൊക്കെ ഞാൻ എഴുതിയപ്പോഴും GK ഇംഗ്ലീഷ് അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് വന്നത്. അപ്പോൾ ഞാൻ കൂടുതലും മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. പക്ഷേ നമുക്കിവിടെ എനിക്കൊന്ന് MCQ രീതിക്കായിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന രീതിക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഒന്നും കൂടെ മാറ്റി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മെയ് മാസമാണ് എക്സാം നടക്കുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒക്കെ റണ്ണിങ് ആണ്. അപ്പോൾ ഞാൻ കൂടുതൽ ലൈവ് സെക്ഷൻസൊക്കെ ആയിരുന്നു പ്രോബ്ലം വന്നപ്പോൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിനി അത് മാറ്റിക്കൊണ്ട് തിയറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അതായത് ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള എക്സാമിനെ ഫേസ് ചെയ്യാനായിട്ട് ക്ലാസ് പ്ലസ് നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 2,500 രൂപയാണ് എലമെൻ്ററി ബുക്ക് കീപ്പിങ്ങിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സിന് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത്. അതുപോലെ നോട്ടിന് തന്നെയാണെങ്കിൽ 500 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. ഇനി ആർക്കെങ്കിലുമൊക്കെ ക്ലാസ് വേണമെങ്കിലോ അല്ലെങ്കിൽ നോട്ട് വേണമെങ്കിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുവരെ എടുത്ത ക്ലാസ്സിൻ്റെ വീഡിയോ ഓൾറെഡി റെക്കോർഡഡ് സെക്ഷൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അത് കിട്ടാത്തവർ അത് ആക്സസ് ചെയ്യുക. ഇനിയുള്ള ടോപ്പിക്കുകൾ നമ്മൾ റെക്കോർഡായിട്ട് ഡെയിലി ഇടുന്നതായിരിക്കും. ഒരു മാസം കൊണ്ട് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇനി ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. നോട്ടിൻ്റെ ഗ്രൂപ്പ് നമ്മളിപ്പോഴാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന നോട്ടല്ലേ, ഒരു 75% നോട്ടും ഇട്ടിട്ടുണ്ട്. ബാക്കി ഒരു 25% നോട്ടും കൂടെ അവിടെയും വരാനായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് PDF ആക്സസ് ചെയ്യാവുന്നതാണ്. മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ മെയിനായി ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ രണ്ടിനും നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന രീതിക്കാണ് നോട്ടും ക്ലാസ്സും ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് ഈ 90 72 71 0772 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ജനറൽ PSC ബാക്കി ടോപ്പിക്കുകൾ GK മാത്സും എങ്ങനെ പഠിക്കണമെന്ന് ചോദിക്കുന്നതോട് പറയുന്നത് ഇഷ്ടംപോലെ യൂട്യൂബ് ചാനൽസൊക്കെ നിങ്ങൾക്ക് ജനറൽ PSC പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. നമ്മൾ ചെയ്യുന്നത് അക്കൗണ്ടൻസിയിലാണ് നമ്മൾ എക്സ്പേർട്ട് ആയിട്ടിരിക്കുന്നത്. സോ ആ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്.